അധ്യായം 18. രാക്ഷസപ്പല്ലിയിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ എത്തിയ ലിയോയെ താമര വിപാഷയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നു. വിപാഷ ലിയോയോട് അവളോടൊപ്പം പോരടിക്കാനായി ആവശ്യപ്പെടുന്നു. അതിലവൻ ജയിക്കുകയാണെങ്കിൽ അവനെ സൈന്യത്തിലെടുക്കാമെന്ന് അവൾ വാഗ്ദാനം ചെയ്യുന്നു. വിപാഷയുടെ അടി കുറഞ്ഞത് 50 തവണയെങ്കിലും നിലത്ത് വീഴാതെ തടുക്കണമെന്നാണ് അവളുടെ ആവശ്യം. ലിയോ അതിനെന്ത് മറുപടി കൊടുക്കണമെന്ന ആലോചനയിലാണ്. അപ്പോഴാണ് അവന്റെ തോളിൽ ചീനു പ്രത്യക്ഷപ്പെട്ടത്. ലിയോ, കൂടുതലൊന്നും ആലോചിക്കണ്ട. നീ മൃഗലോചനയിൽ നിന്നും രക്ഷപ്പെട്ട് തിരികെ എത്തി എന്ന വിവരം അവരറിഞ്ഞാൽ അവർ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്നാൽ നീ വിപാശയുടെ സൈന്യത്തിൽ അംഗമാണെന്നറിഞ്ഞാൽ അവർക്ക് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചീനു പറഞ്ഞു. ലിയോയുടെ മനസ്സിലും അങ്ങനൊരു ആലോചന ഉണ്ടായിരുന്നു. വിപാഷയോട് ഒന്നും അറിയാത്തതുപോലെ നടിച്ച് ഈ വെല്ലുവിളിയിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു കടക്കണമെന്ന് അവൻ വിചാരിച്ചു. അവൻ സ്വയം പഠിച്ചെടുത്ത വർമ്മകലയിലെ വിദ്യകൾ ഉപയോഗിച്ച് വിപാഷയുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു. എനിക്ക് സമ്മതം. ലിയോ ഭയം നിറഞ്ഞ മുഖഭാവത്തോടെ അവളെ നോക്കി പറഞ്ഞു. ഇരുവരും ഒരു വൃത്തത്തിനുള്ളിലായി നിന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വിപാഷ ലിയോയെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു. തുടങ്ങാം, ഞാൻ തയ്യാറാണ്. ലിയോ അത് പറഞ്ഞ് മുഴുവിപ്പിക്കുന്നതിന് മുൻപേ വിപാഷ അവന്റെ മൂക്കിലിടിച്ചു. അത് പ്രതീക്ഷിക്കാത്ത ലിയോ വേദനയോടെ മൂക്കുപൊത്തി. അയ്യോ, എന്റെ മൂക്ക്! അവൻ മൂക്ക് പൊത്തിക്കൊണ്ട് നിലവിളിച്ചു. ലിയോയുടെ മൂക്കിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. അടി തുടങ്ങാൻ തയ്യാറാണെന്ന് നീ പറഞ്ഞതല്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും ആക്രമണം പ്രതീക്ഷിക്കാം. മനസ്സിലായോ? വിപാഷ ഒരു ദയയുമില്ലാതെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവന്റെ മൂക്കിലിടിച്ചു. വേദന കൊണ്ട് ലിയോ കരഞ്ഞുപോയി. അയ്യോ, നീ എന്തിനാ എന്റെ മൂക്കിൽ തന്നെ ഇടിക്കുന്നത്? വേദന എടുത്തിട്ട് പാടില്ല. ലിയോ ദേഷ്യത്തോടെ പറഞ്ഞു. എന്താ, നീ പരാജയപ്പെട്ടെന്ന് സമ്മതിക്കുന്നുണ്ടോ? അതോ തുടർന്ന് പോരാടുന്നോ? വിപാഷ ചോദിച്ചുകൊണ്ട് മറുപടിക്കായി അവനെ നോക്കി. ലിയോ അവളെ രൂക്ഷമായി നോക്കി നിന്നു. വിപാഷ അവനെ പല തവണ ആക്രമിച്ചു. ലിയോ പാവത്തിനെ പോലെ അഭിനയിച്ചുകൊണ്ട് അവളുടെ അടികളെല്ലാം തടഞ്ഞു. അവൾ എത്ര ആക്രമിച്ചിട്ടും അവൻ താഴെ വീണില്ല എന്ന് കണ്ട് അവൾ ഞെട്ടി. നിങ്ങൾ എന്നെ ഇപ്പോൾ 25 തവണയെങ്കിലും അടിച്ചു മാഡം. എനിക്ക് വേദനിക്കുന്നു, ലിയോ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. വിപാഷ അത് കേട്ടതായി ഭാവിക്കാതെ കോപത്തിൽ കൂടുതൽ വേഗതയിൽ അവനെ ആക്രമിച്ചു. ലിയോ വർമ്മകല നന്നായി പരിശീലിച്ചിരുന്നെങ്കിലും അവളുടെ പല ആക്രമണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വയം പ്രതിരോധിക്കാനേ അവന് കഴിഞ്ഞുള്ളൂ. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വിപാഷ അവന് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഒടുവിൽ അവൾ അവന്റെ നെഞ്ചിൽ ചവിട്ടി. അത് താങ്ങാൻ കഴിയാതെ ലിയോ താഴേക്ക് വീണു. ലിയോയുടെ ആയോധന കലയേക്കാൾ മികച്ചതാണ് വിപാഷയുടെ പോരാട്ട വീര്യമെന്ന് അവന് മനസ്സിലായി. ലിയോയ്ക്ക് വർമ്മകലയിൽ അറിവുണ്ടെന്നുള്ള കാര്യം വിപാഷയ്ക്ക് മനസ്സിലായി. ഇതുപോലെയുള്ള അപമാനവും വേദനകളും നിനക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ലഭിക്കും. അവസാനം അതൊക്കെ സഹിക്കാൻ കഴിയാതെ നീ റൈഡൻ നഗരത്തിൽ നിന്നും ഓടിപ്പോകും. അതിന് നീ തയ്യാറായിരുന്നോളൂ. പുച്ഛത്തോടെ അവനോട് പറഞ്ഞുകൊണ്ട് വിപാഷ അവിടെ നിന്നും പോയി. ലിയോയുമൊത്തുള്ള പോരാട്ടത്തിനെ കുറിച്ച് വിപാഷ ചിന്തിച്ചു. അവനെ കൊണ്ട് എങ്ങനെയാണ് ഞാൻ അടിക്കുന്നതൊക്കെ തടയാൻ കഴിഞ്ഞത്? അടി വാങ്ങുന്നത് പോലെ നടിച്ചുകൊണ്ട് അവൻ എല്ലാത്തിനെയും തടഞ്ഞു. അതവൻ അറിയാതെ ചെയ്തതല്ല, മനഃപൂർവ്വം തന്നെയാണ് എൻ്റെ അടികളെല്ലാം തടഞ്ഞത്. എന്നാലും അവൻ എങ്ങനെ അതിന് കഴിഞ്ഞു? വിപാഷ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് അവൾക്ക് ആക്രമണ സമയത്ത് അവന്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയത് ഓർമ്മ വന്നത്. അവന്റെ ദയവില്ലാത്ത കണ്ണുകൾ അവന്റെ മേലെ എനിക്ക് സംശയമുണ്ടാക്കുന്നു. അവന് യുദ്ധം ചെയ്യാൻ അറിയാം, പക്ഷെ മനഃപൂർവ്വം അവൻ അതിനുള്ള സാഹചര്യം ഒഴിവാക്കുന്നു. ഉറപ്പായും ലിയോ എല്ലാവരിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. അവൻ ആരാണെന്നും എവിടെ നിന്നാണ് വന്നതെന്നും എനിക്കറിഞ്ഞേ മതിയാകൂ. ലിയോ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ വിപാഷയിൽ അധികരിച്ചു. ഒരു വശത്ത് വിപാഷ ലിയോയെ സംശയിച്ചു, മറുവശത്ത് വിപാഷ ഇടിച്ച് ചുവപ്പിച്ച മൂക്കും തടവി ഇരിക്കുകയാണ് ലിയോ. അയ്യോ, എന്തൊരു വേദന! ആ വിപാഷയ്ക്ക് പോരാടാൻ തോന്നുമ്പോഴെല്ലാം എന്നെ എന്തിനാണോ ഇങ്ങനെ അടിച്ചുരുട്ടിയെടുക്കുന്നത്? എന്നെ ഇങ്ങനെ അടിക്കാൻ നിനക്ക് എങ്ങനെ തോന്നുന്നു വിപാഷ? ലിയോ മൂക്ക് തടവിക്കൊണ്ട് പറഞ്ഞു. എന്റെ ലിയോ, നീ ഒന്ന് പതുക്കെ സംസാരിക്കേ. അതെങ്ങാണോ അവള് കേട്ടാൽ നിനക്ക് ബാക്കി കൂടെ തന്നിട്ട് പോകും. ചീനു ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട് അവനെ താക്കീത് ചെയ്തു. ശരിയാണ്, നമുക്കവൾ അറിയാതെ എങ്ങോട്ടെങ്കിലും പോകാം. ചീനുവിനോട് പറഞ്ഞുകൊണ്ട് ലിയോ അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ലിയോ നിൽക്ക്! അവന്റെ പുറകിൽ നിന്നും താമര ഉറക്കെ വിളിച്ചു. ഓ, ഇനി ഇതെന്തിനാണോ? അവൻ താല്പര്യമില്ലാതെ തിരിഞ്ഞു നോക്കി. താമര അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. വരണം മാഡം. എന്നെ കൊണ്ടുപോയി തല്ലാൻ കൊടുത്തിട്ട് മാപ്പ് പറയാൻ വേണ്ടി വന്നതാണോ? സമാധാനമായി കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ വിധം ഉപദ്രവിക്കുന്നത് ന്യായമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. ക്ഷേത്രമണി പോലെ നഗരമധ്യത്തിൽ എന്നെ തലകീഴായി കെട്ടിത്തൂക്കിയിട്. അതാവുമ്പോ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ വന്നടിക്കാൻ എളുപ്പമാകുമല്ലോ. ലിയോ ദേഷ്യത്തിൽ അവളെ നോക്കി.
ഡാ മണ്ട, അവളിത് വേണമെങ്കിൽ പോയി വിപാശയോട് പറയും. വെറുതെ അവൾക്ക് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് പണി വാങ്ങാൻ നിൽക്കാതെ നിന്റെ വായടച്ച് മിണ്ടാതിരിക്കാൻ നോക്ക്. ലിയോയുടെ തോളിൽ അമർന്നിരുന്ന് ചീനു പറഞ്ഞു. ഏയ്, ഞാൻ വെറുതെ പറഞ്ഞതാ, നീ അത് കാര്യമാക്കണ്ട. പക്ഷെ താമരെ, നിങ്ങളുടെ ലീഡർ അടിപൊളിയാണ്. കൃത്രിമമായി വരുത്തിയ ഒരു പുഞ്ചിരിയോടെ ലിയോ പറഞ്ഞു. എന്താ പറഞ്ഞത്? താമര സംശയത്തോട് അവനോട് ചോദിച്ചു. അല്ല, ഒന്നുമില്ല. വിപാശയുടെ പോരാട്ടം നല്ലതാണെന്ന് പറഞ്ഞതാ. നിനക്കറിയോ, അവളുടെ അടി കൊണ്ട് എൻ്റെ കാലും കൈയും മനക്കാൻ കഴിയുന്നില്ല. ഹോ, എന്തൊരു വേദന. അല്ല താമര, നിന്റെ നേതാവ് ഏത് ആയോധന കലയാണ് അഭ്യസിച്ചിരിക്കുന്നത്? ലിയോ തന്ത്രത്തിൽ അവളോട് ചോദിച്ച് വിപാശയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ചു. ഓ, അതാണോ? അതിന്റെ പേരാണ് അഘോര വർമ്മകല. എതിരിൽ നിൽക്കുന്ന ശത്രുവിനെ ചലിക്കാൻ പോലും അനുവദിക്കാതെ തളർത്തുന്ന വിദ്യയാണത്. ചെറുപ്പം മുതലേ വിപാശ ആ വിദ്യ അഭ്യസിക്കുന്നുണ്ട്. ഈ റൈഡൻ നഗരത്തിൽ അഘോര വർമ്മകല നന്നായി പ്രയോഗിക്കാൻ അറിയുന്ന ഒരേ ഒരാൾ എൻ്റെ ലീഡറാണ്. താമര അഭിമാനത്തോടെ പറഞ്ഞു. അഘോരവർമ്മം. ലിയോ ആ പേര് പറഞ്ഞു നോക്കി. ലിയോ, വിപാശയുടെ വാക്കുകൾ മറികടന്ന് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നീ വേറെ ഒന്നും വിചാരിക്കരുത്. കുറച്ച് നാളുകൂടി കാത്തിരുന്നാൽ എല്ലാം ശരിയാകും. അതല്ലാതെ ഈ കാര്യത്തിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. താമര അത്രയും കൂടി പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ഈ അഘോരവർമ്മകല എവിടെ നിന്നാണ് പഠിക്കുന്നത്? ലിയോ ചീനുവിനോട് ചോദിച്ചു. അല്ലോറ ആയോധന കല പരിശീലന കേന്ദ്രം. അല്ല, നീ എന്തിനാ അതിനെപ്പറ്റി ചോദിക്കുന്നത്? ചീനു സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. എനിക്കും അതിനെക്കുറിച്ച് പഠിക്കണം ചീനു. ലിയോ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചതുപോലെ പറഞ്ഞു. ആയോധന കലയിൽ അവൻ സ്വന്തമായി കഠിന പരിശീലനം നടത്തിയിരുന്നുവെങ്കിലും ലിയോയുടെ കഴിവുകൾ ഇപ്പോഴും ശൈശവാവസ്ഥയിലാണ്. വർമ്മകലയെയും അഘോര വർമ്മകലയും കുറിച്ച് കൂടുതൽ പഠിച്ചാൽ വിപാശയോട് നന്നായി പോരാടാമെന്ന് അവൻ കരുതി. സൈഫർ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച ആയോധന കല പരിശീലന കേന്ദ്രമായ അല്ലോറയിലേക്ക് ലിയോ പോയി. അവിടെ പരിശീലനം നേടിയവരിൽ ചിലർ ഇന്ന് പല കലകളിലും പ്രാവീണ്യമുള്ളവരാണ്. ഒരു കാലത്ത് ലോകമറിയുന്ന പോരാളിയായിരുന്ന അഗ്നിജീവനാണ് ഈ കേന്ദ്രം സ്ഥാപിച്ചത്. യുദ്ധക്കളത്തിൽ അദ്ദേഹത്തിനുണ്ടായ പരിക്കിനെ തുടർന്ന് അഗ്നിജീവൻ യുദ്ധം ചെയ്യുന്നത് അവസാനിപ്പിച്ച് അല്ലോറ പരിശീലന കേന്ദ്രം ആരംഭിച്ചു. ലിയോ പ്രസിദ്ധമായ ആ പരിശീലന കേന്ദ്രത്തിലേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന കൂറ്റൻ പ്രതിമകളും ചിത്രങ്ങളും കണ്ടവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. പ്രതിമകളിലും ചിത്രങ്ങളിലുമെല്ലാം പരസ്പരം പോരടിക്കുന്നതും ഭീകര മൃഗങ്ങളെ വേട്ടയാടുന്നതും പോലെയുള്ള സംഭവങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. നീ ആദ്യമായിട്ടാണോ ഈ സ്ഥലത്ത് വരുന്നത്? പിന്നിലൊരു ശബ്ദം കേട്ട് ലിയോ തിരിഞ്ഞു നോക്കി. നരച്ച മുടിയും നെഞ്ചോരം നീളമുള്ള വെള്ള താടിയുമായി പുരോഹിതനെ പോലെ വിചിത്രമായ വസ്ത്രം ധരിച്ച ഒരു വൃദ്ധൻ അവന്റെ മുന്നിൽ നിന്നിരുന്നു. അത് അഗ്നിജീവനാണെന്ന് കണ്ടപ്പോൾ തന്നെ ലിയോയ്ക്ക് മനസ്സിലായി. അവൻ അയാളെ വണങ്ങി. ലിയോ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുൻപേ അയാൾ തുടർന്നു. നിന്നെ ഞാൻ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഏത് നഗരത്തിൽ നിന്നാണ് നീ വരുന്നത്? അഗ്നിജീവൻ ചോദിച്ചു. ഞാൻ വരുന്നത് റൈഡൻ നഗരത്തിൽ നിന്നാണ്, ലിയോ മറുപടി പറഞ്ഞു. ഒരാൾ സ്വന്തം നഗരത്തിൽ നിന്നും പുറത്തേക്ക് കടന്ന് ഇവിടെ വന്ന് പരിശീലനം എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സ്വന്തം പട്ടണത്തിൽ തന്നെ അവൻ അവഗണന നേരിട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ സ്വന്തം കഴിവുകൾ വികസിപ്പിച്ച് അവൻ ഈ ലോകം കീഴടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞത് ശരിയാണോ? അതോ നിനക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അഗ്നിജീവൻ മുന്നിൽ നിൽക്കുന്നവനെ പഠിക്കുന്നത് പോലെ നോക്കിയിട്ട് ചോദിച്ചു. അത് പിന്നെ ഞാൻ... ലിയോ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ നിന്നു. കാരണം എന്തു തന്നെ ആയാലും എനിക്കത് പ്രശ്നമില്ല. തരാനുള്ള പ്രതിഫലം കൃത്യമായി നൽകിയാൽ നിനക്ക് ഇവിടെ നിന്നും പരിശീലനം എടുക്കാവുന്നതാണ്. അല്ല, നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? അയാൾ അവനോട് തിരക്കി. അറിയില്ലെന്ന് ലിയോ തലയാട്ടി. ഇവിടെ ഞങ്ങൾ ആകെ 12 കലകളിൽ പരിശീലനം നൽകുന്നു. അതിൽ മുഷ്ടി പോരാട്ടം, ആയുധ പോരാട്ടം, പ്രത്യേക ആയോധന കലകൾ തുടങ്ങിയവയ്ക്ക് അടിസ്ഥാനം മുതൽ ഉയർന്ന തലം വരെയുള്ള പരിശീലന ക്ലാസുകൾ നടത്തുന്നുണ്ട്. അദ്ദേഹം വിവരിച്ചുകൊണ്ട് ലിയോയ്ക്ക് മുന്നിൽ ഒരു മാന്ത്രിക സ്ക്രീൻ തുറന്നു. അതിൽ പല കലകളുടെയും പരിശീലന വീഡിയോകൾ അഗ്നിജീവൻ ലിയോയ്ക്ക് കാണിച്ചു കൊടുത്തു. ദാ ഇതിലേക്ക് നോക്ക്. ഇത് ആദ്യ ഘട്ടമാണ്. ഇതിന് 1000 സെൽ പോയിന്റുകൾ. അടുത്തത് 2ാം ഘട്ടം. അതിന് 2000 സെൽ പോയിന്റുകളാണ്. പ്രത്യേക വർമ്മ കലകൾക്ക് 3000 സെൽ പോയിന്റുകൾ. ഇതിന്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലുള്ള പരിശീലനങ്ങളുമുണ്ട്. അതിന് 10000 സെൽ പോയിന്റുകളാണ്. ഇതിൽ നീ ഏത് കല പഠിക്കാനായി തിരഞ്ഞെടുത്താലും അതിൽ നിന്നെ മികച്ചവനാക്കി മാറ്റേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം ലിയോയ്ക്കെല്ലാം വിശദമായി പറഞ്ഞുകൊടുത്തു. ലിയോ ആശയക്കുഴപ്പത്തിലായി. കൂടുതൽ ആലോചിക്കേണ്ട കുട്ടി. നിന്നെ കണ്ടാൽ മഹാനായ യോദ്ധാവാകാനുള്ള എല്ലാ സവിശേഷതകളും ഉണ്ടെന്ന് തോന്നുന്നു. ഈ കലകളിലെല്ലാം നീ തുടർന്ന് പരിശീലനം എടുത്താൽ നിനക്ക് തീർച്ചയായും ശോഭനമായ ഒരു ഭാവി ഉണ്ടാകും. സംശയിച്ചു നിന്ന ലിയോയെ നോക്കി അഗ്നിജീവൻ പറഞ്ഞു.
റൈഡനിൽ എന്നെ സ്വയം സംരക്ഷിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വിദ്യകൾ കയ്യിലുണ്ടായേ മതിയാകൂ. ഒന്നാലോചിച്ചതിന് ശേഷം അവൻ ആ പരിശീലന കേന്ദ്രത്തിൽ ചേരാൻ തീരുമാനിച്ചു. ഞാനിവിടെ ചേരാം സർ. അഘോരവർമ്മ കലയിൽ എനിക്ക് ഏറ്റവും ഉയർന്ന നിലയിലുള്ള പരിശീലനം വേണം, അവൻ പറഞ്ഞു. അഘോരവർമ്മ കലയോ? തെരുവിൽ കിടന്ന് തല്ലുകൂടുന്നത് പോലെ എളുപ്പം പഠിക്കാൻ കഴിയുന്ന ഒന്നല്ല അഘോരവർമ്മകല. വർമ്മകലകളിൽ ഏറ്റവും മികച്ച കലയാണ് അഘോരവർമ്മകല. ആ കല അഭ്യസിക്കണമെങ്കിൽ ശാരീരികമായും മാനസികമായും ശക്തനായിരിക്കണം. കൂടാതെ അതിന് ക്ഷമ വളരെ പ്രധാനമാണ്. അത് വളരെ എളുപ്പം പഠിച്ചെടുക്കാമെന്നാണോ നീ വിചാരിക്കുന്നത്? അഗ്നിജീവൻ ചോദിച്ചു. പടിപടിയായി പരിശീലിച്ച് എൻ്റെ കഴിവുകൾ ക്രമേണ വികസിപ്പിച്ചെടുക്കാനുള്ള സമയം എനിക്കില്ല. ഞാൻ എല്ലാം വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കതിൽ സംശയമുണ്ടെങ്കിൽ എൻ്റെ കഴിവുകളെ പരീക്ഷിച്ചു നോക്കാം, അവൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ലിയോയുടെ വാക്കുകൾ കേട്ട് അഗ്നിജീവൻ അത്ഭുതപ്പെട്ടു. ശരി ശരി, നീ ധൈര്യം കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്, അതേ മനോധൈര്യത്തോടെ നീ എനിക്ക് തരാനുള്ള പ്രതിഫലം അയച്ചേക്കൂ. ഞാൻ നിനക്ക് അഘോരവർമ്മ കലയുടെ ഉയർന്ന തലത്തിലുള്ള പരിശീലനത്തിന്റെ വീഡിയോ നൽകാം. നീ അതിലുള്ള അടവുകളെല്ലാം ആദ്യം മനഃപാഠമാക്ക്. അതിനുശേഷം നമുക്ക് പരിശീലനം ആരംഭിക്കാം, അയാൾ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ശരി. ഇപ്പോ ഞാൻ ആകെ എത്ര സെൽ പോയിന്റുകൾ തരണം? ലിയോ ചോദിച്ചു. 10,000 സെൽ പോയിന്റുകൾ വേണം. നിന്റെ കയ്യിൽ അത്രയുണ്ടോ കുട്ടി? അയാൾ അവനെ നോക്കി വല്ലാത്തൊരു ചിരിയോടെ ചോദിച്ചു. കൂടുതൽ ആലോചിക്കേണ്ട ലിയോ. ഇപ്പൊ നിനക്ക് 10,000 സെൽ പോയിന്റുകൾ വലുതായി തോന്നുന്നുണ്ടാകും. പക്ഷെ നമ്മുടെ കയ്യിൽ കവചവും രൂപമാറ്റ ശക്തിയുമുണ്ട്. ഈ കലകളിൽ കൂടി നീ മികച്ചവനായാൽ പിന്നെ നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് നീ ധൈര്യമായി മുന്നോട്ട് പോകൂ. ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനു അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ലിയോ കൂടുതൽ ആലോചിക്കാതെ 10,000 സെൽ പോയിന്റ്സ് അഗ്നിജീവന് നൽകി. തിരികെ അയാൾ അഘോരവർമ്മ കലയുടെ ഉയർന്ന തലത്തിലുള്ള വീഡിയോകൾ അവന് നൽകി. അവിടെ നിന്നും യാത്ര പറഞ്ഞ് ലിയോ റൈഡൻ നഗരത്തിലേക്ക് മടങ്ങി. നഗര കവാടത്തിൽ പരിശോധനയ്ക്കായി നിന്നിരുന്ന കാവൽ പടയാളികൾ ഇപ്പോൾ അവിടെയില്ല. സൂര്യനെക്കുറിച്ച് എത്ര തിരഞ്ഞിട്ടും വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ തൽക്കാലം അവർ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത് നിർത്തിവെച്ചിരുന്നു. മൃഗലോചനന്റെയും വിപാശയുടെയും കണ്ണിൽപ്പെടാതെ ലിയോ മുറിയിലെത്തി. തന്റെ ബ്രേസ്ലെറ്റിലുള്ള മാജിക് സ്ക്രീനിൽ നിന്നും അഗ്നിജീവൻ തന്ന വീഡിയോകൾ കണ്ട് മണിക്കൂറോളം അവൻ ചില പോരാട്ട തന്ത്രങ്ങൾ പരിശീലിക്കുവാൻ തുടങ്ങി. ഈ ലോകത്തിലെ ഏറ്റവും മികച്ച വീരൻ ലിയോ ആണെന്ന് അധികം വൈകാതെ നീ പറയും വിപാശ. ലിയോ സ്വയം പറഞ്ഞു ചിരിച്ചു. ഇതൊക്കെ കേട്ട് ചീനു തലയിൽ കൈവച്ച് അവനെ നോക്കിയിരുന്നു. അടുത്ത ദിവസം ലിയോ റൈഡൻ നഗരം വിട്ട് വേട്ടയാടാനായി കാട്ടിലേക്ക് പോയി. വേട്ടയാടാൻ പറ്റിയ ഇടം തേടി അലയുകയായിരുന്ന അവൻ ഉൾക്കാട്ടിലേക്ക് കയറി. അല്പദൂരം നടന്നപ്പോൾ കുറച്ചകലെ നിന്ന് വിചിത്രമായ ഒരു ശബ്ദം അവൻ കേട്ടു. ലിയോ, അവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, ലിയോയുടെ തോളിൽ ഇരുന്നുകൊണ്ട് ചീനു പറഞ്ഞു. ആ വിചിത്രമായ ശബ്ദം ഞാനും കേട്ടു ചീനു. ലിയോ ആ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതെന്തെങ്കിലും അത്ഭുത ശക്തിയുള്ള മൃഗമാകും, ചീനു ആകാംക്ഷയോടെ പറഞ്ഞു. നമുക്ക് പോയി നോക്കാം. സ്വർണ്ണ കവചം വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ലിയോ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി നടന്നു. അധ്യായം 19. ലിയോയും ചീനുവും വേട്ടയാടാനായി കാട്ടിലേക്ക് പോകുന്നു. ഉൾക്കാട്ടിനുള്ളിൽ നിന്നും വിചിത്രമായ ശബ്ദം കേട്ട ലിയോ ശബ്ദം ലക്ഷ്യമാക്കി അവിടേക്ക് ചെന്നു. ലിയോ ഒരു മരത്തിന് പുറകിൽ മറഞ്ഞു നിന്ന് ശബ്ദം കേട്ട ദിശയിലേക്ക് നോക്കി. പെട്ടെന്ന് അവിടെയുള്ള കുറ്റിക്കാട്ടിൽ നിന്നും മാനിനെ പോലെ തോന്നിക്കുന്ന ഒരു മൃഗം അവന്റെ മുന്നിലേക്ക് ചാടി വന്നു. എന്നാൽ അവൻ അതിനെ വേട്ടയാടാതെ വെറുതെ വിട്ടു. സാധു മൃഗമായിരുന്നു. ഞാൻ നിന്നെ വേട്ടയാടില്ല. ഇവിടെ നിന്നും വേഗം സ്ഥലം വിട്ടോ, ലിയോ പറഞ്ഞു. അവനെ കണ്ടു ഭയന്നു പോയ മൃഗം അവിടെ നിന്നും ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. എന്റെ പ്രിയപ്പെട്ട ലിയോ, നീ ഒരുപാട് മാറിപ്പോയി. നീ ഇപ്പോൾ സാധു മൃഗങ്ങളെ ഒന്നും വേട്ടയാടുന്നില്ല, മറിച്ച് അപകടകാരികളായ മൃഗങ്ങളെ മാത്രമാണ് വേട്ടയാടുന്നത്. നിന്നെ ഓർത്ത് എനിക്ക് അഭിമാനം തോന്നുന്നു, ലിയോയുടെ തോളിൽ പ്രത്യക്ഷപ്പെട്ട ചീനു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. എന്തിനെ കൊന്ന് തിന്നാലാണോ ഏറ്റവും കൂടുതൽ സെൽ പോയിന്റുകൾ കിട്ടുന്നത്, അങ്ങനെയുള്ള ജീവികളെ മാത്രമേ ഇനി മുതൽ ഞാൻ വേട്ടയാടൂ, ലിയോ പറഞ്ഞു. ഇപ്പൊ നീ എന്തൊക്കെ വീരവാദം പറയുന്നു? പക്ഷെ ആ വിപാശ നിന്നെ എടുത്തിട്ടടിച്ചപ്പോ നീ ഒന്നും മിണ്ടാതെ നിന്ന് കൊണ്ടില്ലേ, ചീനു പരിഹാസത്തോടെ പറഞ്ഞു. എന്റെ ചീനു, വിപാശയ്ക്കൊരു മറുപടി കൊടുക്കാനല്ലേ ഞാൻ ആ പരിശീലന കേന്ദ്രത്തിൽ പോയി ചേർന്നത്. അധികം വൈകാതെ ഞാൻ അവളുടെ വിദ്യകളൊക്കെ പഠിച്ചെടുക്കും. അതിനുശേഷം നീ നോക്ക്, അവൾ ജയിക്കുമോ ഞാൻ ജയിക്കുമോ എന്ന്, ലിയോ ചീനു പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഉച്ചത്തിൽ ഒരു ശബ്ദം മുഴങ്ങി. ലിയോ വേട്ടയാടാൻ തയ്യാറായി.
അവൻ നിന്നടത്ത് നിന്നും ഏകദേശം 20 അടി അകലെ ഒരു വിചിത്ര ജന്തു മേഞ്ഞു നടക്കുന്നുണ്ട്. ആ മൃഗത്തെ കണ്ട ലിയോ അതിനെ സൂക്ഷ്മമായി വീക്ഷിച്ചു. ഞാൻ ഈ മൃഗത്തിനെ വേട്ടയാടണോ? അവൻ ആലോചിച്ചു. ഛേ, ഇവിടെ ഒരു വലിയ മൃഗത്തെ ഞാൻ പ്രതീക്ഷിച്ചു. അവൻ വിരസതയോടെ പറഞ്ഞു. അപ്പോഴാണ് അവന് വിപാശ നൽകിയ റെഡ് ക്യൂബിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഉടനെ ലിയോ തന്റെ ബാഗിൽ നിന്നും അത് പുറത്തേക്കെടുത്തു. ചീനു, വിപാശ എനിക്ക് നൽകിയ ഈ റെഡ് ക്യൂബ് നിനക്ക് ഓർമ്മയുണ്ടോ? ഇതിന്റെ ശക്തി എന്താണെന്ന് കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതിനെന്തെങ്കിലും അപൂർവ ശക്തി ഉണ്ടെങ്കിൽ അതെന്നെ വേട്ടയാടാൻ സഹായിക്കും. ലിയോ പറഞ്ഞുകൊണ്ട് ആ ക്യൂബ് നിലത്തേക്ക് വെച്ചു. നിന്റെ ശക്തി എന്താണെന്ന് കാണിക്കൂ. ലിയോ ആ ക്യൂബിനെ നോക്കി പറഞ്ഞു. പെട്ടെന്ന് ആ ചുവന്ന ക്യൂബ് ഒരു മാന്ത്രിക ഗോളമായി രൂപാന്തരപ്പെട്ടു. അതിന്റെ ഉള്ളിൽ നിന്നും ശക്തമായ ചുവന്ന വെളിച്ചം പുറത്തേക്ക് വന്നു. ആ വെളിച്ചത്തിന്റെ ശക്തിയിൽ ഒരു നിമിഷം ലിയോ കണ്ണുകൾ ഇറുക്കെ അടച്ചു തുറന്നു. എന്നാൽ മുന്നിൽ കണ്ട കാഴ്ചയിൽ അവന്റെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു. അവിടെ ഇളം ചുവപ്പ് നിറത്തിൽ കുട്ടി ഡ്രാഗണെ പോലെയുള്ള ഒരു ജീവി. അത് കണ്ണുകൾ ചിമ്മി തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളിനെ ആകാംക്ഷയോടെ നോക്കി. എന്താ ഇത്? പക്ഷിയാണോ? ലിയോ മുന്നിൽ കണ്ട ജീവിയെ നോക്കി സ്വയം ചോദിച്ചു. അവന്റെ കൈ അതിനെ മുന്നിലേക്ക് നീട്ടി. അത് പറക്കാൻ ശ്രമിക്കാതെ വായുവിൽ പതിയെ ചിറകടിച്ച് അവന്റെ കൈപ്പത്തിയിലേക്കിരുന്നു. അതവനെ നിഷ്കളങ്കമായി നോക്കിക്കൊണ്ട് അതിന്റെ വാല് വീശി. വലിയ കണ്ണുകളും തീരെ ചെറിയ ശരീരവുമുള്ള, കണ്ടാൽ ഡ്രാഗണിനെ പോലെ തോന്നിക്കുന്ന ആ ജീവിയെ അവൻ കൗതുകത്തോടെ നോക്കി. ഇത് വളരെ ചെറുതാണല്ലോ. ഭീകര ജന്തുക്കളെയൊക്കെ കൊല്ലാൻ ഇതിന് കഴിയുമോ? ലിയോ ചിന്തയോടെ അതിനെ നോക്കി. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ലിയോ? ചീനു ആ ജീവിയെ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതിനെ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ വേട്ടയ്ക്ക് ഇത് പ്രയോജനപ്പെടുമോ? ലിയോ സംശയത്തോടെ അതിനെ നോക്കി ചോദിച്ചു. ഇത് വെറും ഒരു വളർത്തുമൃഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ളവയെ കൊഞ്ചിച്ച് വളർത്താനേ ഉപയോഗിക്കൂ, അല്ലാതെ വേട്ടയ്ക്ക് അയക്കില്ല. ചീനു പറഞ്ഞു. ലിയോ അവൻ നിന്നിടത്ത് നിന്നും കുറച്ച് മാറി നിന്നിരുന്ന ഒരു ത്രികോണ മുഖമുള്ള കുരങ്ങിനെ നേർക്ക് വിരൽ ചൂണ്ടി. പോകൂ, വേട്ടയാടാൻ പോകൂ. അവൻ കൈകൾ വീശി ആജ്ഞാപിച്ചു. വലിയ കണ്ണുകൾ വിടർത്തി ആ ഡ്രാഗൺ അവനെ നോക്കി നിലവിളിച്ചു. വേട്ടയ്ക്ക് പോകാനല്ലേ പറഞ്ഞത്? പോകാൻ! അവൻ അതിനെ നോക്കി അലറി. ആ കുട്ടി ഡ്രാഗൺ തന്റെ ചെറിയ ശരീരമിളക്കി ചിറകടിച്ച് പറന്നുപോയി. അത് ചെന്ന് ആ ത്രികോണ മുഖമുള്ള മൃഗത്തിന്റെ വാലിൽ കടിച്ചു. വേദനയെടുത്ത കുരങ്ങൻ അലറി വിളിച്ചുകൊണ്ട് വാല് വീശി കുഞ്ഞ് ഡ്രാഗണിനെ അടിച്ചു. തെറിച്ചുപോയ കുട്ടി ഡ്രാഗൺ ലിയോയുടെ കാലിൽ വന്ന് വീണു. അയ്യോ, ഇത് ചത്തോ? അനക്കമൊന്നുമില്ലാതെ കിടന്ന കുട്ടി ഡ്രാഗണെ നോക്കി ലിയോ സംശയത്തോടെ ചീനുവിനോട് ചോദിച്ചു. അവൻ കുനിഞ്ഞതിനെ എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് പെട്ടെന്ന് അലറി കരഞ്ഞുകൊണ്ട് ചിറകടിച്ച് പറന്നുയർന്നു. എന്നിട്ട് ലിയോയുടെ നെഞ്ചിലേക്ക് കയറി അള്ളിപ്പിടിച്ചിരുന്നു. പാവം കുട്ടി ഡ്രാഗൺ ഭയന്ന് വിറച്ചുപോയി. അതിന്റെ ഹൃദയം ഉച്ചത്തിൽ മിടിക്കുന്നത് അവൻ അനുഭവിച്ചറിയാൻ കഴിയുന്നുണ്ട്. ആ വിപാശ ശരിക്കും എന്നെ പറ്റിച്ചു. ഈ ക്യൂബ് അവൾ എനിക്ക് തരാൻ തയ്യാറായപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന്. അവൻ നെഞ്ചിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ ജീവിയെ നോക്കി. ഈ കുട്ടി ജന്തുവിനെയൊക്കെ വീട്ടിലെ ഷോക്കേസിൽ വെക്കാനേ കൊള്ളാവൂ. എനിക്ക് ജീവിയെ വേണ്ട. ഞാൻ അതിനെ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലും. ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ട് ലിയോ ആ ജീവിയെ കയ്യിലെടുത്തു. അവൻ തന്നെ കൊല്ലാൻ പോകുകയാണെന്നറിഞ്ഞ ആ ജീവി നിഷ്കളങ്കമായി അവനെ നോക്കിക്കൊണ്ട് അവന്റെ കയ്യിൽ മുഖം പൂഴ്ത്തി. ആ സുന്ദരിയായ ചെറിയ മൃഗത്തെ നോക്കിയ ലിയോയുടെ മനസ്സ് മാറി. അയ്യോ, എന്നെ കൊണ്ട് ഈ ജീവിയെ കൊല്ലാൻ പറ്റില്ല. ഇനിയിപ്പോ ഞാൻ പോകുന്നിടത്തെല്ലാം ഇതിനെ കൊണ്ട് നടക്കേണ്ടി വരുമോ? എന്തായാലും ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കാം. അവൻ ഡ്രാഗണിനെ അവന് നേരെ ഉയർത്തി. ഇങ്ങോട്ട് നോക്ക്. നീ വ്യക്തമായി കേട്ടോ. ആ മൃഗത്തെ വേട്ടയാടി നിന്റെ കഴിവ് കാണിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ഉറപ്പായും ഇവിടെ വെച്ച് കൊല്ലും. അവൻ അതിനെ ഭീഷണിപ്പെടുത്തി. അവന്റെ ഭാവം കണ്ട ആ കുട്ടി ഡ്രാഗൺ പേടിച്ചു വിറച്ചു. പോയി ആ മൃഗത്തെ വേട്ടയാട്, ലിയോ വീണ്ടും പറഞ്ഞു. ആ കുട്ടി ഡ്രാഗൺ ഇല്ലാത്ത ധൈര്യം സംഭരിച്ച് കുരങ്ങിനടുത്തേക്ക് പറന്നുപോയി. വീണ്ടും അത് ത്രികോണ മുഖമുള്ള കുരങ്ങിന്റെ വാലിൽ പോയി കടിച്ചു. ദേഷ്യം വന്ന കുരങ്ങ് കുട്ടി ഡ്രാഗണിനെ കൊല്ലാൻ ഓടിച്ചു. നിലവിളിച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാനായി ഓടുന്ന ആ ജന്തുവിനെ കണ്ട ലിയോയ്ക്ക് ദേഷ്യം വന്നു. ഇതിനെയൊക്കെ വിശ്വസിച്ച് വെറുതെ സമയം കളഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് വേട്ടയാടുന്നത് തന്നെയാ നല്ലത്. കുട്ടി ഡ്രാഗണിനെ നോക്കി ലിയോ വിലപിച്ചു. അവൻ വേഗം കത്തിയെടുത്ത് ത്രികോണ മുഖമുള്ള കുരങ്ങിനെ ആക്രമിച്ചു കൊന്നു. ഓടി തളർന്ന കുട്ടി ഡ്രാഗൺ തളർച്ചയോടെ നിന്ന് ശ്വാസം വലിച്ചുവിട്ടു. അല്പം ആശ്വാസം കിട്ടിയപ്പോൾ അത് കൊതിയോടെ ചത്തു കടന്ന കുരങ്ങന്റെ മാംസം കഴിക്കാനായി ഓടി വന്നു. ചത്ത മൃഗത്തിന് കുട്ടി ഡ്രാഗണേക്കാൾ 4 ഇരട്ടി വലിപ്പമുണ്ട്. അതിന്റെ നേർത്ത പല്ലുകൾക്കും നഖങ്ങൾക്കും കുരങ്ങിന്റെ കട്ടിയുള്ള തൊലി കടിച്ചു കീറാൻ തക്കവണ്ണം മൂർച്ചയുണ്ടായിരുന്നില്ല. ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അത് നിഷ്കളങ്കമായി ലിയോയെ നോക്കി. അത് കണ്ട ലിയോ വെറുപ്പോടെ നെടുവീർപ്പെട്ടു.
അവൻ ചത്ത മൃഗത്തിന്റെ വയർ കത്തി ഉപയോഗിച്ച് കുത്തിക്കീറി. അതിന്റെ വയറ് പിളർന്നു. കുട്ടി ഡ്രാഗൺ നന്ദിയോടെ ലിയോയെ നോക്കിയിട്ട് ആ കുരങ്ങന്റെ പിളർന്ന വയറിനുള്ളിലേക്ക് തലയിട്ട് മാംസം കഴിക്കാൻ തുടങ്ങി. വയറ് നിറയെ മാംസം ഭക്ഷിച്ചതിന് ശേഷം അനങ്ങാൻ കഴിയാതെ അത് അവിടെ കിടന്നു. കണ്ടില്ലേ ലിയോ, ആ കുട്ടി ഡ്രാഗൺ വയറ് നിറയെ തിന്നിട്ട് മാനം നോക്കി കിടക്കുന്നത്. ചീനു ഡ്രാഗണിനെ നോക്കിയിട്ട് ലിയോയോട് പരാതി പറഞ്ഞു. എന്നാൽ ലിയോ അത് ശ്രദ്ധിച്ചില്ല. സ്വർണ്ണ കവചം അപ്രത്യക്ഷമാവട്ടെ. ലിയോ പറഞ്ഞതും സ്വർണ്ണ കവചം അപ്രത്യക്ഷമായി. അവൻ ആ കുട്ടി ഡ്രാഗണിനെ നോക്കിയപ്പോൾ അത് പറന്നു വന്ന് അവന്റെ തോളിൽ കയറിയിരുന്നു. ഏയ്, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇതെന്റെ സ്ഥലമാണ്, ഇവിടെ നിന്ന് മാറിയിരിക്കെ. ചീനു അതിനെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. എന്നാൽ കുട്ടി ഡ്രാഗൺ ചീനുവിനെ നോക്കി നാവ് നീട്ടി കാണിച്ചുകൊണ്ട് ഉറങ്ങാനുള്ള വട്ടം കൂട്ടി. ആഹാ, ലിയോ, ഈ കുട്ടി പിശാച് എന്നോട് കാണിച്ചത് കണ്ടോ? എനിക്കിതിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ചീനു ദേഷ്യത്തോടെ പറഞ്ഞു. എന്നാൽ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ഞെട്ടിക്കൊണ്ട് ആ ഡ്രാഗണിനെ നോക്കി. അല്ല, നിനക്കെന്നെ കാണാൻ കഴിയുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ചീനു ആശ്ചര്യത്തോടെ അതിനെ നോക്കി ചോദിച്ചു. ലിയോ, ഈ കുട്ടി പിശാചിനും എന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്ര നാളും നിനക്ക് മാത്രമല്ലേ എന്നെ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ജന്തുവിനും എന്നെ കാണാം. ചീനു ലിയോയോട് അവന്റെ സന്തോഷം പങ്കുവെച്ചു. എന്നാൽ ലിയോ വലിയ സന്തോഷമൊന്നും കാണിച്ചില്ല. അതിനിപ്പോ എനിക്കെന്താ? രണ്ടുപേരെ കൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവുമില്ല. ഞാൻ എപ്പോഴും തനിയെയാണല്ലോ പോരാടിക്കൊണ്ടിരിക്കുന്നത്. നിന്നെ ഇപ്പൊ ആരുടെ കണ്ണിൽ കാണാൻ പറ്റിയാലും എനിക്കെന്താ? ലിയോ പറഞ്ഞു. അത് കേട്ട ചീനുവിന് സങ്കടം വന്നു. അവൻ വിഷമത്തോടെ ലിയോയെ നോക്കിയിട്ട് മറഞ്ഞുപോയി. വലിയ മൃഗങ്ങളെ വേട്ടയാടി കൂടുതൽ സെൽ പോയിന്റുകൾ ശേഖരിക്കുന്നതിനായി ലിയോ ആ നിബിഡ വനത്തിൽ അലഞ്ഞു. എന്നാൽ ദിശ പോലും തിരിച്ചറിയാതെ ഏറെ ദൂരം നടന്ന ലിയോയ്ക്ക് ഒരു മൃഗത്തിനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറച്ചേറെ ദിവസം അവൻ ആ കാട്ടിൽ അലഞ്ഞു. ലിയോയോട് പിണക്കത്തിലായിരുന്നതിനാൽ ചീനു അവന്റെ മുന്നിലേക്ക് ഈ ദിവസങ്ങളിൽ ഒന്നും വന്നില്ല. ഒറ്റയ്ക്ക് ആ കാട്ടിൽ ചുറ്റിത്തിരിഞ്ഞ് ലിയോയ്ക്ക് വിരസത തോന്നി തുടങ്ങി. അതൊഴിവാക്കാനായി അവൻ ഒഴിവ് സമയങ്ങളിൽ ആ ചെറിയ ഡ്രാഗണുമായി കളിച്ചു. ബാക്കിയുള്ള സമയം അഘോര വർമ്മകലയുടെ വീഡിയോകൾ കണ്ട് കാട്ടിൽ പരിശീലനത്തിൽ ഏർപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ലിയോ വേട്ടയാടിയ വിചിത്ര ജന്തുവിന്റെ ശരീരം ഒരു കമ്പിൽ കോർത്ത് തീ കൂട്ടിയതിന് നേർക്ക് നീട്ടി. കുട്ടി ഡ്രാഗൺ നാവ് നൊട്ടി നുണഞ്ഞുകൊണ്ട് അത് കഴിക്കാനായി ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നുണ്ട്. രക്ഷിക്കൂ, രക്ഷിക്കൂ! പെട്ടെന്ന് ദൂരെ നിന്നും ഒരു ശബ്ദം കേട്ട് ലിയോ ഞെട്ടി എഴുന്നേറ്റു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരാൾ അവന്റെ അടുത്തേക്ക് ഓടി വന്നു. അത് കണ്ട ലിയോ കയ്യിലിരുന്ന മാംസം നിലത്തിട്ടിട്ട് കുട്ടി ഡ്രാഗണയും എടുത്ത് ഓടാൻ തുടങ്ങി. അയ്യോ, ഒന്ന് നിൽക്കണേ, എന്നെ സഹായിക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര സെൽ പോയിന്റുകൾ ഞാൻ തരാം, എന്നെ രക്ഷിക്കൂ. അവിടേക്ക് ഓടിയെത്തിയ നിഗൂഢ മനുഷ്യൻ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ സെൽ പോയിന്റുകൾ നിങ്ങൾ തന്നെ വെച്ചോളൂ, എന്നിട്ട് സ്വയം രക്ഷിക്കാൻ നോക്ക്. മുൻപേ ഓടിക്കൊണ്ടിരുന്ന ലിയോ വിളിച്ചു പറഞ്ഞു. അയ്യോ, എന്നെ ഇവിടെ വിട്ടിട്ട് പോകല്ലേ. ഈ മൃഗങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിച്ചാൽ നീ ചോദിക്കുന്ന എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അയാൾ അലറി വിളിച്ചു പറഞ്ഞു. മൃഗമോ? ലിയോ സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ആ മനുഷ്യന്റെ പുറകിൽ പിന്തുടരുന്ന കാട്ടുപന്നികളെ പോലെ തോന്നിക്കുന്ന വിചിത്ര മൃഗങ്ങളെ കണ്ട് അവൻ ഞെട്ടി. ചീനു, ചീനു! അതിനെ കണ്ട് ഭയന്ന ലിയോ ചീനുവിനെ വിളിച്ചു. അപ്പോൾ തന്നെ ചീനു അവന്റെ തോളിൽ പ്രത്യക്ഷപ്പെട്ടു. ദേഷ്യം നിറഞ്ഞ മുഖത്തോടെ ചീനു ലിയോയെ നോക്കി പുരികങ്ങൾ ഉയർത്തി. നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? എന്നെ കൊണ്ട് നിനക്ക് ഒരു പ്രയോജനവും ഇല്ലല്ലോ. ചീനു ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. അയ്യോ എന്റെ ചീനു, നിന്റെ മനസ്സിലുള്ള ദേഷ്യം ഈ സാഹചര്യത്തിൽ നീ പ്രകടിപ്പിക്കാതെ. അതിന് ഞാൻ നിനക്ക് മറ്റൊരവസരം നൽകാം. നിന്നോട് തെറ്റായി സംസാരിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ലിയോ ഓടുന്നതിനിടയിൽ ചീനുവിനോട് കഴിഞ്ഞുപോയ കാര്യത്തിന് ക്ഷമ ചോദിച്ചു. നീ എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ലല്ലോ, ഒന്നുകൂടി പറഞ്ഞേ. ചീനു ഒട്ടും ദയയില്ലാതെ പറഞ്ഞു. ചീനു, എന്നോട് ക്ഷമിക്ക്. ലിയോ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, നന്നായിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ചീനു ആശ്വാസത്തോടെ ലിയോയെ നോക്കി പറഞ്ഞു. അവൻ ഓടുന്നതിനിടയിൽ തിരിഞ്ഞു നോക്കി. പുറകെ ഓടി വരുന്നവന്റെ മുതുകിൽ ഒരു കാട്ടുപന്നി ചാടി കയറുന്നതവൻ കണ്ടു. അയാൾ ഭയത്തോടെ നിലവിളിച്ചുകൊണ്ട് ആ കാട്ടുപന്നിയെ കുതറിയെറിഞ്ഞ് വേഗത്തിൽ ഓടാൻ തുടങ്ങി. അത് കണ്ട ലിയോയും അവന്റെ ഓട്ടത്തിന്റെ വേഗത കൂട്ടി. വേഗം പറയൂ ചീനു, നമുക്കിതിനെ നേരിടാമോ ഇല്ലയോ? ലിയോ കിതച്ചുകൊണ്ട് ചോദിച്ചു. ലിയോ, അതൊക്കെ ഭൂമിക്കടിയിൽ ജീവിക്കുന്ന വിചിത്ര മൃഗങ്ങളാണ്. കണ്ടാൽ നിരുപദ്രവകാരികൾ എന്ന് തോന്നുമെങ്കിലും അവ വളരെ ക്രൂരന്മാരാണ്. അതിനു മുന്നിലെങ്ങാനും പെട്ടുപോയാൽ എല്ല് പോലും ബാക്കി വെക്കാതെ തിന്നുകളയും. അത്രമാത്രം മൂർച്ചയുള്ള പല്ലുകളാണ് അവയ്ക്ക്. അതിന്റെ മുന്നിലെങ്ങാനും നീ ചെന്ന് നിന്നാൽ നിന്റെ സ്വർണ്ണ കവചത്തെ കൂടി ചേർത്ത് അത് ഭക്ഷണമാക്കും. അതുകൊണ്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ,
അവ കൂട്ടത്തിൽ അധികമായതുകൊണ്ട് നിന്നെ കൊണ്ട് അവയോട് പോരാടി പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ നിന്നും ഓടി ജീവൻ രക്ഷിക്കാൻ നോക്ക്, അത്ര തന്നെ. ചീനു അവയെക്കുറിച്ച് വിശദമായി തന്നെ ലിയോയ്ക്ക് പറഞ്ഞു കൊടുത്തു. ആഹാ, അടിപൊളി, അപ്പൊ ജീവനും കൊണ്ട് ഓടാം എന്നും പറഞ്ഞുകൊണ്ട് ലിയോ തിരിഞ്ഞു നോക്കാതെ ഓടി. അയ്യോ, ഒന്ന് നിൽക്കൂ, എന്നെ കൊണ്ട് ഇനി ഓടാൻ കഴിയില്ല, എന്നെ ഒന്ന് സഹായിക്കൂ. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി കിതച്ചുകൊണ്ട് പുറകെ ഓടിയ ആള് വിളിച്ചു പറഞ്ഞു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ഓടിക്കൊണ്ടിരുന്ന ലിയോ മുന്നിലുള്ള പ്രതിബന്ധം കണ്ട് ഞെട്ടി വിറച്ചുപോയി. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ലിയോ എന്ത് ചെയ്യണമെന്നറിയാതെ പറഞ്ഞു. ലിയോ, ഇവിടെ നിന്നും പോകാൻ മറ്റൊരു വഴിയില്ല, നീ ആ പാറയുടെ മുകളിലേക്ക് കയറിയേ മതിയാകൂ. ചീനു പറഞ്ഞു. ലിയോയുടെ നെഞ്ചിൽ അള്ളിപ്പിടിച്ചിരുന്ന കുട്ടി ഡ്രാഗണും ആപത്ത് മനസ്സിലാക്കി കണ്ണുകൾ ഇറുകെ പൂട്ടി. ലിയോ വേഗത്തിൽ ഓടിച്ചെന്ന് ആ പാറയിൽ തൂങ്ങിക്കിടന്ന ഒരു കാട്ടുവള്ളിയിൽ പിടിച്ച് വേഗം ആ പാറയിലേക്ക് കയറി. അഘോര വർമ്മകല അഭ്യസിച്ചതിനാൽ ബുദ്ധിമുട്ടില്ലാതെ വേഗത്തിൽ പാറയുടെ മുകളിലെത്താൻ ലിയോയ്ക്ക് കഴിഞ്ഞു. ലിയോ പാറയുടെ മുകളിലേക്ക് കയറി രക്ഷപ്പെടുന്നത് കണ്ട് ആ മനുഷ്യനും വേഗത്തിൽ ഓടി വന്നു. അയാളും പാറയിൽ തൂങ്ങിക്കിടന്നിരുന്ന കാട്ടുവള്ളിയിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. എന്നാൽ ആ മനുഷ്യൻ അതിന് സാധിക്കാത്ത വിധം അവശനായിരുന്നു. അയ്യോ, ഞാനിനി എങ്ങനെ രക്ഷപ്പെടും? ആരെങ്കിലും എന്നെ സഹായിക്കണേ, ആരെങ്കിലും എന്നെ സഹായിക്കണേ. അയാൾ ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും താഴെ തടിച്ചുകൂടിയ കാട്ടുപന്നികൾ അയാളുടെ മേൽ ചാടി വീണ് കടിക്കാൻ തുടങ്ങി. കാട്ടുവള്ളിയിൽ പിടിച്ച് തൂങ്ങിക്കിടന്ന അയാൾ കാലുകൾ കൊണ്ട് അവയെ ചവിട്ടി ദൂരെ എറിയാൻ ശ്രമിച്ചു. ആ, എന്നെ രക്ഷിക്കൂ, ദയവ് ചെയ്ത് എന്നെ സഹായിക്കൂ. ആ. കലങ്ങി ചുവന്ന കണ്ണുകളോടെ അയാൾ പാറയ്ക്ക് മുകളിൽ നിൽക്കുന്ന ലിയോയെ നോക്കി കേണപേക്ഷിച്ചുകൊണ്ടിരുന്നു.